നമസ്കാരം. രാജ്യം കാത്തിരിക്കുന്ന ആ വലിയ ഫലം വരാൻ ഇനി വെറും 7 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ പ്രതീക്ഷകളും അതിനോടൊപ്പം തന്നെ ഉള്ളിൽ ചെറുതല്ലാത്ത ആശങ്കകളും ഒക്കെയാണ് സംസ്ഥാനത്തെ 3 മുന്നണികൾക്കുമുള്ളത്. കണക്ക് കൂട്ടുമ്പോഴും കേരളത്തിൽ അടിയൊഴുക്കുകൾ നിർണായകമാകുമെന്നുള്ള ഒരു സൂചന അത് ഈ 3 മുന്നണികളെയും ഭയപ്പെടുത്തുന്നുമുണ്ട്. തുടക്കം മുതൽ തന്നെ UDF പറയുന്നത് മുഴുവൻ സീറ്റിലും തങ്ങൾ വിജയിക്കും, 2019 ഫലം ആവർത്തിക്കും, ആലപ്പുഴ കൂടി അവർക്കൊപ്പം വരും എന്നൊക്കെയാണ്. എന്നാൽ പുറത്ത് അങ്ങനെ പറയുമ്പോൾ പോലും 5ലേറെ സീറ്റിൽ നല്ല പോരാട്ടം നടന്നു എന്ന് കോൺഗ്രസ് സമ്മതിക്കുന്നുമുണ്ട്. എവിടെ പിഴച്ചാലും 17 സീറ്റുകളിൽ കുറവ് ഉണ്ടാവില്ല എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. BJP വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണവും അതിനോടൊപ്പം ഭരണവിരുദ്ധ വികാരവും ഒക്കെയാണ് ഇത്തരത്തിൽ ചിന്തിക്കാൻ UDF-നെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിച്ച് പോയാൽ കണക്കുകൂട്ടലുകൾ തെറ്റിയേക്കാം എന്നുള്ള ആശങ്ക കൂടി UDF-നുണ്ട്. ഇനി ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരുമ്പോൾ ഇത്തവണ ഒരു ഈസി വോക്ക് ഓവർ UDF കരുതിയപ്പോൾ അവസാനം 10ലേറെ സീറ്റുകളിൽ തങ്ങൾ മികച്ച പോരാട്ടം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാണ് ഇടതുമുന്നണി പറയുന്നത്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തില്ല എന്നുകൂടി അവർ പറയുന്നു. 2019 ആവർത്തിക്കില്ല, പകരം ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി തങ്ങൾക്കൊപ്പമാണ് എന്നുകൂടി LDF വിശ്വസിക്കുന്നുണ്ട്. കണക്ക് തെറ്റിച്ച് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് പ്രതിഫലിക്കുകയാണ് എങ്കിൽ എന്താകും ഫലം എന്ന ആശങ്കയും മുന്നണിക്കുള്ളിലുണ്ട്. ഇനി BJP-യിലേക്കാണ്. ഒരുപക്ഷെ രാജ്യം പോലും ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്ന് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നതായിരുന്നു. ഇത്തവണ സീറ്റ് നേടാൻ സാധിച്ചില്ല എങ്കിൽ സമീപകാലത്തൊന്നും തന്നെ അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് BJP സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രിമാരെ വരെ സ്ഥാനാർത്ഥികളായി ഇറക്കിക്കൊണ്ട് വലിയ ഒരു പോരാട്ടം BJP കാഴ്ചവെച്ചത്. പലവട്ടം കേരളത്തിലേക്ക് പറന്നെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ തന്നെയാണ്, മോദി എഫക്റ്റിൽ തന്നെയാണ് BJP-യുടെ സംസ്ഥാന നേതൃത്വം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വോട്ടാകുമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. 2 സീറ്റിൽ തങ്ങൾ വിജയിക്കുമെന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അവസാന കണക്കിലേക്ക് വരുമ്പോൾ 3 സീറ്റുകളിലാണ് BJP വിജയം ഉറപ്പിക്കുന്നത്. തിരുവനന്തപുരവും തൃശ്ശൂരും ആറ്റിങ്ങലുമാണ് BJP സംസ്ഥാന നേതൃത്വം ഇതിനോടകം തന്നെ ഉറപ്പിച്ചിരിക്കുന്ന സീറ്റുകൾ. രാഹുൽ ഫാക്ടറും INDA സഖ്യത്തിന്റെ ഭീഷണികളും ഒന്നും തങ്ങൾക്ക് ഏശില്ല എന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നു. ആത്മവിശ്വാസം ഏറെയാണ് എങ്കിൽ പോലും ക്രോസ് വോട്ടിന്റെ ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ BJP-യെയും ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. പലവട്ടം മോദി സംസ്ഥാനത്ത് നേരിട്ടെത്തി പ്രചരണം നടത്തിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇക്കുറി താമര വിരിഞ്ഞില്ല എങ്കിൽ BJP കേരള ഘടകത്തിന് കേന്ദ്രത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 സീറ്റുകളിലെ വിജയം തങ്ങൾ ഉറപ്പിക്കുന്നുവെന്ന് സംസ്ഥാന നേതാക്കൾ ആവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.